ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടും എന്ത് കാര്യം ചെയ്തിട്ടും നമുക്ക് നമ്മുടെ അംബീഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ച കാര്യം നമുക്ക് നേടാൻ കഴിയുന്നില്ല. ഇപ്പൊ നമ്മൾ നന്നായി പഠിച്ചു, എക്സാമിൽ അത് കിട്ടുന്നില്ല, ഒരു തടസ്സം അവിടെ. അതേപോലെ തന്നെ ജോലിക്കാണെങ്കിൽ കുറേ ശ്രമിച്ചു, അത് കിട്ടുന്നില്ല. എന്നാൽ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് കിട്ടുന്നില്ല. അതെന്താണ് കാരണം? അത് എങ്ങനെ ലഭിക്കാം? അത് കിട്ടാത്തത് എങ്ങനെ നമുക്ക് ലഭിക്കാം? ഈസി ആയിട്ട് എങ്ങനെ കിട്ടും? അതിനാണ് ആ ടോപ്പിക്കാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈസിയായി നമുക്ക് എത്ര ശ്രമിച്ചിട്ടും നടക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിലും അതിനൊരു തടസ്സമുണ്ട്. ആ തടസ്സം നമുക്കത് നീക്കിക്കളയാം, എന്നിട്ട് നമുക്കത് നേടിയെടുക്കാം. എത്ര വലിയ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചാലും പക്ഷെ അത് കിട്ടുന്നതാണെങ്കിൽ നമുക്ക് കിട്ടും. പക്ഷെ എത്ര പരിശ്രമിച്ചിട്ടും അത് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അതിൽ ചിന്തിക്കണം, അവിടെ എന്തോ ഒരു ദുഷ്ടചിന്തയുണ്ട്, ദുഷ്ടപ്രവൃത്തികളുണ്ട്. ദുഷ്ടപ്രവൃത്തികൾ. അപ്പോൾ ആ ദുഷ്ടപ്രവൃത്തിയും നമുക്ക് നീക്കം ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ മനസ്സും ശരീരവും. മനസ്സ് വിഷമിച്ചാൽ പിന്നെ മനസ്സ് തളർന്ന ശരീരം നമുക്ക് അസുഖം വരും, ശരീരം ആകെ വയ്യാണ്ടാവും. അപ്പൊ രണ്ടും കൂടിയാകുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഇപ്പൊ എക്സാം ആണെങ്കിൽ നമുക്ക് പഠിക്കാൻ തോന്നില്ല, അത് ആകെ ടയേർഡാവും. അതേപോലെ ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എല്ലാത്തിനും ഒന്ന് പിന്നോട്ട് നിൽക്കും. അപ്പൊ നമുക്കത് ആഗ്രഹിച്ചത് നടക്കില്ല, നേടിയെടുക്കാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ ശരീരവും മനസ്സും വയ്യാതായി. അതേപോലെ ഒരു വശത്ത് അത് ശരീരവും മനസ്സും നമ്മൾ ആലോചിച്ച് അത് വയ്യാണ്ടായി, രോഗശേഷിയായി. അപ്പൊ പിന്നെ നമുക്ക് ഒരിക്കലും അത് കിട്ടില്ല. നമുക്ക് അതിനോട് അടുത്ത് വേണമെന്ന് വെച്ചാലും നമുക്ക് ആകെ തളർച്ചയും ക്ഷീണവും അനുഭവപ്പെടും. അതൊരു വശം. പിന്നൊന്ന്, നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടും അത് കിട്ടുന്നില്ല, അതിന്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. എന്തോ ഒരു ദുഷ്ടശക്തി ഒരു ഇടയിൽ നിൽക്കുകയാണ്. അപ്പൊ ഇത് രണ്ടും മാറ്റാനുള്ള വഴികളാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ഫുള്ളായി കാണുക, സ്കിപ്പ് ചെയ്യാതെ. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ വേറെ ഒന്നുമല്ല, നമ്മുടെ എല്ലാവരുടെ അമ്മയായ മാരിയമ്മനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. മാരിയമ്മയുടെ ശക്തിനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ദുഷ്ടശക്തികൾ ഉണ്ടെങ്കിലും അതേപോലെ തന്നെ ശരീരവും മനസ്സും ക്ഷീണിച്ചാലും നമുക്ക് ഒരിക്കലും നേടിയെടുക്കാൻ കഴിയില്ല. എത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും അത് നേടിയെടുക്കാൻ കഴിയില്ല. രണ്ട് ശക്തി, ദുഷ്ടശക്തികളും രോഗം, ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ ഒരു സീക്രറ്റായ ഒരു മന്ത്രമുണ്ട്. അപ്പൊ ഞാൻ ആ മന്ത്രത്തിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ആ മന്ത്രം അറിയണമെങ്കിൽ, മന്ത്രം നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് മാരിയമ്മനെ കുറിച്ച് അറിയാം. മാരിയമ്മ പറഞ്ഞ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. മാരിയമ്മയ്ക്ക് പ്രധാനപ്പെട്ടത് പൊങ്കലാണ്. അപ്പൊ പൊങ്കല് കഴിക്കാനുള്ള വഴിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേപ്പില, അതേപോലെ മഞ്ഞൾ പ്രസാദം, അതൊക്കെയാണ് മാരിയമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പൊ ആ വഴിപാട് കഴിച്ചാൽ തന്നെ പകുതി നമ്മുടെ പ്രശ്നങ്ങളും തീരും. ഒന്ന് വിളിച്ചാൽ വിള പുറത്ത് എത്തുന്ന പ്രത്യേക ശക്തിയുള്ള അമ്മയാണ്. പ്രത്യേകിച്ച് നമ്മളെ പോലെ പെണ്ണുങ്ങൾ, കല്യാണം കഴിഞ്ഞവർക്ക് അതിന്റെ കണ്ണ് നിറഞ്ഞാൽ ഓടി അരികിലെത്തും. എനിക്ക് പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ അവിടെ മാരിയമ്മയാണ് ഉള്ളത്, അതുകൊണ്ട് എനിക്ക് പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അനുഭവം പറയാനെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ നീണ്ടുപോകും. അതുകൊണ്ട് ആ ടോപ്പിക്ക് ഞാൻ അതിവിടെ പറയുന്നില്ല. അപ്പൊ ഞാൻ കാര്യത്തോട് കിടക്കാം. അപ്പൊ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു അമ്മയാണ് മാരിയമ്മ. എന്ത് സങ്കടം ഉണ്ടെങ്കിലും നമ്മുടെ കണ്ണൊന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെന്നൊന്ന് വിളിച്ചാൽ മതി, അതിനുള്ള ആ പ്രശ്നത്തിലുള്ള പരിഹാരം അടക്കം നമുക്ക് അമ്മമാര് നേടിത്തരും. ചിലപ്പോൾ സ്വപ്നത്തിലൂടെ അടക്കം ഈ അമ്മ നമുക്ക് വെളിച്ചം പകർന്നു തരും. ശക്തികളും അതേപോലെ തന്നെ നമ്മുടെ ശരീരാസുഖങ്ങൾ, അസ്വസ്ഥതകൾ, ഇതെല്ലാം മാറിക്കിട്ടിയാലാണ് നമ്മൾ വിചാരിച്ച കാര്യം തടസ്സങ്ങളില്ലാതെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ
അത് നമുക്ക് എങ്ങനെ നേടിയെടുക്കാം, അതെങ്ങനെ ചെയ്യാം, അതൊരു മന്ത്രത്തിലൂടെ നമുക്കത് നേടിയെടുക്കാൻ കഴിയും. നിഷ്പ്രയാസം അത് കഴിയും. പക്ഷെ അതിന് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം വേണം. അമ്മയോട് പൂർണ്ണ വിശ്വാസം വേണം. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നമുക്കത് അതിന് പറ്റുള്ളൂ കേട്ടോ. നമ്മ വിശ്വാസത്തോടെ ചെയ്യുന്നത് മാത്രമേ എപ്പോഴും നിലനിൽക്കുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ദുഷ്ട ശക്തികളും അതേപോലെ മനസ്സിലെ ശരീരങ്ങളും അസ്വസ്ഥതകളും വയ്യാതകളും നമുക്ക് മാറി കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം വിശ്വാസത്തോടെ നമ്മ എന്താ പറയുക, ഒരു ബുക്ക് എടുത്തതിന് ശേഷം എന്താ എഴുതേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ബുക്ക് എടുത്തതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ ആണെങ്കിൽ നമുക്ക് എഴുതാം. നമുക്ക് സമയം കിട്ടും, എപ്പോൾ വേണമെങ്കിലും എഴുതാം. എന്നാലും ഒരു രാവിലെ നമ്മൾ എല്ലാ ജോലികളും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ആ സമയത്ത്, ഒരു പ്രഭാത സമയത്ത് നമ്മൾ എഴുതുമ്പോൾ അതിനുവേണ്ടി കുറച്ചൊരു സമയം കണ്ടെത്തുമ്പോൾ അപ്പൊ മനസ്സ് ശാന്തമായ ആ സമയത്ത് നമുക്ക് എഴുതുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതിങ്ങനെ സമയം കിട്ടാത്തവരുണ്ടെങ്കിൽ വൈകുന്നേരം എഴുതാം, കുഴപ്പമില്ല കേട്ടോ. എപ്പോൾ വേണമെങ്കിലും എഴുതാം. പക്ഷെ വിശ്വാസം മതി. വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. അപ്പൊ എന്താ ഞാൻ എഴുതേണ്ടതെന്ന് പറഞ്ഞുതരാം. നമ്മ മനസ്സിൽ ആദ്യം അമ്മയും മാരിയമ്മയും നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അമ്മയുടെ ഒരു സീക്രട്ട് ഏഞ്ചൽ നമ്പറാണ് 9 അമ്മയുടെ നമ്പർ വരുന്നത്. അപ്പോൾ ആ 9 ഏറ്റവും ശക്തിയുള്ള നമ്പർ. ഞാനിപ്പോൾ ആ 9 കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതേണ്ടത് എന്ന് പറഞ്ഞാൽ ഓം ശക്തി പരാശക്തി, ഒരു ബുക്കില് നല്ല വൃത്തിയുള്ള പേപ്പറിൽ ഓം ശക്തി പരാശക്തിന്ന് 9 തവണ ആ മന്ത്രം എഴുതണം. എന്താണ് മനസ്സിലായോ? ഓം ശക്തി പരാശക്തിന്ന് 9 തവണയും നമ്മ 9 ദിവസം 9 തവണയും എഴുതണം, 9 ദിവസവും എഴുതണം. അപ്പൊ അങ്ങനെ 9 പ്രാവശ്യം ഇങ്ങനെ 9 ദിവസം എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു വയ്യായ്മ, എന്താ പറയാ, ക്ഷീണവും അതെല്ലാം മാറിക്കിട്ടി നമുക്ക് നല്ലൊരു പ്രചോദനം, ഉന്മേഷം വരും. അതുപോലെ തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, മനസ്സിലെ ദുഷ്ട ചിന്തകളായിക്കോട്ടെ, ദുഷ്ടശക്തികളായിക്കോട്ടെ, ഇതെല്ലാം മനസ്സിൽ നിന്ന് നീക്കം, നമുക്ക് ഉള്ള തടസ്സങ്ങളെല്ലാം നീക്കം ചെയ്യും. അത് ഉറപ്പാണ്. അപ്പൊ ഓം ശക്തി പരാശക്തിന്ന് നിങ്ങൾ 9 പ്രാവശ്യം അതേപോലെ 9 ദിവസം എഴുതണം. ഒരു ദിവസം പോലും മുടക്കം വരുത്തരുത്. മുടക്കം വരുത്തി ആ ഫലം പോയി. അപ്പോൾ വിശ്വാസത്തോട് നമ്മൾ എഴുതുക. നമുക്ക് എന്തെങ്കിലും ആഗ്രഹം സാധിക്കാനല്ല ഞാൻ പറയണേ. ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് എഴുതേണ്ട ആവശ്യമില്ല. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന ആഗ്രഹം നേടിത്തരുന്ന അമ്മ അങ്ങനെയൊന്നും പറയണ്ട. നമ്മ ഈ വിശ്വാസത്തോടെ അമ്മനെ മാരിയമ്മ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മ പോലും അറിയാതെ നമ്മളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവരും. അത് ഉറപ്പാണ്. നല്ല അനുഭവമുള്ള വ്യക്തിയാണ് ഞാൻ കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോ എല്ലാവരും മാരിയമ്മനെ മനസ്സിൽ വിചാരിച്ച് ഓം ശക്തി പരാശക്തി നല്ല വിശ്വാസത്തോടു കൂടെ നമ്മൾ എഴുതി. ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ് മുസ്ലിംസ് ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും എഴുതാം. പീരീഡ്സ് ആയവർക്ക് എഴുതാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അമ്മനെ നന്നായി മനസ്സൊരുക്കി മനസ്സ് തൊട്ട് വിളിച്ചതിന് ശേഷം ഓം ശക്തി പരാശക്തി 9 പ്രാവശ്യം എഴുതുക, 9 ദിവസം എഴുതുക. നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും നീക്കങ്ങളും മാറ്റിത്തരും. അമ്മ നിങ്ങളെ നല്ല ഉയർച്ചയിലെത്തിക്കും. ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ വിചാരിക്കാൻ പാടില്ല, ഒന്നും വിചാരിക്കണ്ട. എപ്പോൾ വേണമെങ്കിലും നല്ല മനസ്സ് റിലാക്സ് ആയിരിക്കുന്ന സമയത്ത് കണ്ടെത്തിയിട്ട് നമുക്ക് ഈ മന്ത്രം ഇങ്ങനെ പേപ്പറിൽ എഴുതാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറ്റിക്കിട്ടും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ നമുക്ക് ബൈ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഓം ശക്തിന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ബൈ.